ഹായ് മക്കളെ, അമീൻ സാറാണ്. മക്കളെ 10ാം ക്ലാസ് എക്സാമിനേഷൻ കഴിഞ്ഞു, പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ നല്ല രീതിയിൽ മെസ്സേജ് അയച്ചു, സാറേ നല്ല അടിപൊളിയായിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് ഒരുപാട് മക്കൾ പറഞ്ഞിട്ടുണ്ട്. മക്കളെ, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യണേ. മാത്രമല്ല, എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം തന്നെ മക്കൾ കാണാം. മക്കളെ, 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾ എക്സാം കഴിഞ്ഞതോടെ നിങ്ങൾക്ക് SSLC എക്സാം കഴിഞ്ഞ ഫീൽ വന്ന മക്കളുണ്ടോ? ഞാൻ പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരുപാട് കുട്ടികൾ ഞങ്ങളോട് പറഞ്ഞതാണിത്. കാരണം ഓൺ എക്സാം കഴിഞ്ഞപ്പോൾ ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് ഓൺ എക്സാമിന് ശേഷം ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഓൺ എക്സാമിന് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു മാസം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ തന്നെ ടൈം ടേബിൾ ഉണ്ടാക്കി നിങ്ങൾ തന്നെ കൃത്യമായിട്ട് ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ രീതിയിലല്ല ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള നിങ്ങൾ സ്കൂളുകളിലേക്കുള്ള പോക്ക്. മാത്രമല്ല, ഈ സമയത്ത് തന്നെയാണ് നിങ്ങളുടെ യുവജന ഉത്സവവും ആർട്സും സ്പോർട്സും ഒക്കെ അവിടെ വരാൻ തുടങ്ങുന്നത്. ആ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മക്കളെ, ഇനിയുള്ളത് വെറും 2 മാസം, അങ്ങനെ തന്നെ പറയാം. കാരണം ഇത് സെപ്റ്റംബർ 26-27 തീയതിയായി. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മാസം കഴിഞ്ഞു. ഡിസംബർ 10 അല്ലെങ്കിൽ ഡിസംബർ 2nd വീക്കിൽ നിങ്ങളെ ക്രിസ്മസ് എക്സാം വരുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4ാമത്തെയും 5ാമത്തെയും 6ാമത്തെയും 7ാമത്തെയും ചാപ്റ്റേഴ്സ് അഥവാ 5ഓ 6ഓ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഹിസ്റ്ററിയിലായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ജോഗ്രഫി ബാക്കി കിടക്കുന്നുണ്ട്. മക്കളെ ആലോചിക്കുക, ഒരുപാട് ചാപ്റ്റേഴ്സിന് എണ്ണം കൂടുതലാണ്. മാത്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഇനിയുള്ള ക്രിസ്മസ് എക്സാമിനേഷന് വരുന്നത്. മക്കൾ, ഇതെല്ലാം നമുക്ക് ടാക്കിൾ ചെയ്തെടുക്കണം. നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ തെളിയിച്ചതാണ്, കഴിഞ്ഞ ഓൺ എക്സാമിന് നിങ്ങൾ മാരത്തോൺ കണ്ടിട്ട് മാത്രം തന്നെ ഇത്രത്തോളം മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ മക്കളെ, ഈ സമയം മുതൽ നമ്മൾ പഠിക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് പ്രശ്നം എന്താ പറയുക മക്കളെ, എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അറിയാത്തതാണ് നമ്മുടെ പ്രശ്നം. ഇതൊക്കെ പരിഹരിക്കാനായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് നിങ്ങളെ മുന്നിലേക്ക്. ഫ്രീ ആണ്, ഒരു ഫ്രീ വെബിനാറുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സും നിങ്ങളെ മുന്നിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ ഡൗട്ടുകളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അവിടെ പറയാം. ഞങ്ങൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരുന്നതാണ്. എങ്ങനെയാണ് ഈ 2 മാസം പ്രോപ്പറായി കൊണ്ടുപോകേണ്ടത്, അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് നാളത്തെ നിങ്ങളുടെ ഫ്രീ വെബിനാർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെ ജോയിൻ ചെയ്യാമെന്നല്ലേ? ഫ്രീ ആണ്. താഴെ ഒരു QR കോഡ് കാണാം. ആ QR കോഡിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. മക്കളെ, നാളത്തെ ദിവസത്തോടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നാളെ നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് വാടാ, നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അവിടെ കാണുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നാളെ അവിടെ പറഞ്ഞു തരുന്നതാണ്. സോ 7 മണിക്ക് നമുക്ക് അവിടെ കാണാം.